റോസാപ്പൂക്കൾ നിറഞ്ഞ് പൂക്കാനായിട്ട് ഇപ്പോൾ ഒരു വളം ഞാൻ റെഡിയാക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കാണിക്കാവേ. നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ നമ്മൾ കൊടുക്കും പോലെ തന്നെ അതിൽ നിന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ഈ ചെടിച്ചട്ടികളിലൊക്കെ വളർന്നു നിൽക്കുന്ന കളയുണ്ടല്ലോ, ഇതെല്ലാം പറിച്ചെടുത്ത് ഒരു ബക്കറ്റിലേക്ക് ഞാൻ ഇട്ടിട്ട് വെക്കുന്നുണ്ട്. അപ്പം ടെറസിൽ മുകളിലെ ചെടികൾക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ചാണകമൊക്കെ കലക്കി വയ്ക്കുന്ന ആ ബക്കറ്റിലാണ്. അപ്പോൾ ചാണകവളം തീർന്നു പോയി എൻ്റെ അടുത്ത്. അപ്പോൾ എൻ്റെ കയ്യിൽ നമുക്ക് പ്ലാന്റ്സിന് വളം ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുന്ന എല്ലാ തരത്തിലുള്ള കളകളും ഒരു ബക്കറ്റിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട്. ഒരു വലിയ ബക്കറ്റാണ് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇതിലാണ് ഇട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഞാൻ എല്ലാവർക്കും ഒഴിച്ചു കൊടുത്തു, ബാക്കിയുള്ളതാണ് ഈ കിടക്കുന്നത്. അപ്പോൾ വേണ്ടാത്ത ഒരു പുൽച്ചൂലിരുന്നു, അത് വെച്ചാണ് ഇങ്ങനെ കലക്കി വയ്ക്കുന്നത് ഞാനിത്. ഇതിൽ മുന്നേ തീരാറായ ഒരു ശകലം ചാണകം വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു. ചാണകപ്പൊടിയൊന്നും ഇല്ല, അതാണ് കിടക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ ഈ പറിച്ചെടുക്കുന്ന കളകളെല്ലാം ഞാൻ ഇട്ടിട്ട് വെച്ചു. ഇതിനെയാണ് കുറച്ചുകൂടെ വെള്ളം ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ട് കപ്പ് വെച്ച് കോരി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇട്ട് കൊടുക്കും കേട്ടോ. വേണ്ടാത്ത എല്ലാ ചെടികളും നമ്മൾ ചിലപ്പോൾ കട്ട് ചെയ്യുന്നത് കളയുന്നതും ഒക്കെ കാണുമല്ലോ, പഴുത്ത ഇലകൾ എല്ലാ സംഭവവും നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന എല്ലാം അതിനകത്തേക്ക് ഇടുന്നുണ്ട്. ഇതിനെ കലക്കി വെച്ചിട്ട് ഇതിങ്ങനെ പൊളിച്ച് ഇതെല്ലാം അഴുകി ജീർണിച്ചിട്ട് അതിനകത്ത് പൊളിച്ചിരിക്കും. ഇതാണ് വെള്ളം കൂടെ ഒഴിച്ചിട്ട്. അതല്ല, പുതുതായിട്ട് നടുന്ന ചെടികളാണെങ്കിൽ ഡയറക്റ്റ് കപ്പ് വെച്ച് കോരി ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിന് കുറച്ച് അധിക ദിവസമായി ഞങ്ങൾ ഒഴിച്ച് എല്ലാ കളകളും പറിച്ചിട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം അഴുകിയിട്ടുണ്ട്. ഇതിലിങ്ങനെ ഇളക്കി കൊടുക്കും. പിന്നെ ചില സമയം ചെടികൾ നട്ടതിന് ശേഷം ഇതിൽ മുക്കിയെടുക്കുന്ന വലിയ ബക്കറ്റാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ചെടികളും നട്ടിട്ട് ഞാൻ നോക്കാൻ കേട്ടോ. ഓർക്കിഡ്സൊക്കെ ഞാൻ സ്പ്രേ അല്ല ചെയ്യുന്നത്, ചില സമയത്ത് സ്പ്രേയർ എടുക്കാൻ വിട്ടുപോകും. അപ്പോൾ ചെയ്യുന്ന രീതി കാണിക്കാവേ. ഓർക്കിഡ്സൊക്കെ ഇതിപ്പോൾ നല്ലവണ്ണം വളർന്നു തുടങ്ങി. ഇതിങ്ങനെ ചെയ്തതിന് ശേഷമാണ് വളർന്നു തുടങ്ങിയത്. അങ്ങനെ മുക്കി എടുത്തിട്ടാണ് ഞാൻ വയ്ക്കാറ്. ഇപ്പോൾ കടയിലൊക്കെ വിരിഞ്ഞ പൂക്കൾ കണ്ടോ, ഇതൊക്കെ വളരെ കുറച്ച് മാത്രം പൂക്കൾ ഇട്ടുകൊണ്ടിരുന്ന ചെടിയാണ്. അപ്പോൾ കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം കുറഞ്ഞും കട്ട് ചെയ്തില്ല, ഇങ്ങനെ നുള്ളി വിടുക ചെയ്യണേ. കുറച്ച് എൻ്റെ ഉണങ്ങി കാണുന്ന കുറച്ച് പൂക്കളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ അങ്ങനെ വളം ചെയ്യാന് ശേഷം ആണ് ഇത്രയധികം മുട്ടുകൾ വരുന്നത്. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.